മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ചെറുതായൊന്നുമല്ല ഭരണ പ്രതിപക്ഷ മുന്നണികളെ ഞെട്ടിച്ചത്. 1995 ശേഷം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വോട്ടർ ടേൺഔട്ടാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. 66.05% പോളിംഗ് ആണ് ഇക്കുറി മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. 2019 5% വർധന. ഇതിൽ തന്നെ അർബൻ മേഖലകളെ കവച്ചുവെച്ച ഗ്രാമീണ മേഖലകളിലെ വോട്ടിംഗ് ആണ് തരംഗമായത്. 70% റൂറൽ വോട്ടിംഗ് ആണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്നത്. നഗരമേഖലകളിലാകട്ടെ ഇത് 55% മാത്രമായിരുന്നു. മുംബൈ നഗരമേഖലയിൽ 55%-ൽ താഴെയായിരുന്നു വോട്ടിംഗ് എന്നത് ഒരു മുന്നറിയിപ്പായി തന്നെയാണ് മഹായുതിയും മഹാവികാസ് അഘാഡിയും കാണുന്നത്. നാളത്തെ വോട്ടെണ്ണലിൽ അറിയാം ഗ്രാമ വോട്ടുകൾ ഭരണപക്ഷത്തെയാണോ പ്രതിപക്ഷത്തെയാണോ തുണയ്ക്കുന്നതെന്ന്. 288 അംഗ നിയമസഭയിൽ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ 268 സീറ്റുകളിലും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. മുംബൈയിൽ വോട്ട് താഴ്ന്നപ്പോൾ കൊങ്കൺ മേഖലയിലും താനെയും കരുത്തുകാട്ടി. ഗ്രാമീണ മേഖലയിലെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നത് കർഷകരോഷത്തിന്റെ പ്രതിഫലനമായാണ് പലരും കാണുന്നത്. അങ്ങനെയെങ്കിൽ മഹാവികാസ് അഘാഡിക്ക് സാധ്യത തെളിയും. പക്ഷേ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഹരിയാനയിലും എല്ലാം കണ്ട OBC ട്രെൻഡ് മഹാരാഷ്ട്രയിലും തുണച്ചാൽ BJPയുടെ മഹായുതി സ്കോർ ചെയ്യും. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള വടക്കൻ മഹാരാഷ്ട്രയിലാണ് വോട്ട് ശക്തമായി പോൾ ചെയ്ത ഇടങ്ങളിലൊന്ന്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളി ബെൽറ്റ് ഏരിയ എന്ന് വിളിക്കപ്പെടുന്ന കർഷക മേഖല BJPയെ തള്ളിക്കളഞ്ഞിരുന്നു. ഇവിടെ മുസ്ലിം മറാത്ത വോട്ട് സമീകരണമുണ്ടായതാണ് പ്രതിപക്ഷത്തെ ലോക്സഭയിൽ തുണച്ചത്. ഈ സാഹചര്യം നിയമസഭയിലും പ്രതിഫലിച്ചേക്കുമെന്നാണ് ഈ വോട്ടിംഗ് ശതമാനം നൽകുന്ന സൂചന. എന്നാൽ അവസാന ഘട്ടത്തിൽ നടപ്പാക്കിയ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ റൂറൽ മേഖലയിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മഹായുതിക്ക് ഗുണകരമാകുമെന്നും എക്സിറ്റ് പോളുകൾ അടക്കം പ്രവചിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇത്തരത്തിൽ വെളിവാകണമെങ്കിൽ നാളത്തെ റിസൾട്ട് വരണമെന്നിരിക്കെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അവകാശവാദങ്ങളുമായി രണ്ട് മുന്നണിയിലെയും പ്രമുഖർ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. മഹായുതിയിൽ നിലവിലെ മുഖ്യമന്ത്രിയായ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയെ മാറ്റി മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് കുറച്ചധികം നാളായി പറയുന്ന NCP അജിത് പവാർ വിഭാഗം ഇക്കുറി ആദ്യം തന്നെ അവകാശവാദവുമായി രംഗത്തുണ്ട്. NCP നേതാവ് അമോൽ മിത്കാരി അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ശിവസേനയാവട്ടെ തങ്ങളുടെ ഏക്നാഥ് ഷിൻഡെയാണ് നിലവിലെ മുഖ്യമന്ത്രിയെന്നും മുന്നണി വിജയിച്ചാൽ ഷിൻഡെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. ശിവസേന MLA സഞ്ജയ് ഷിർസത്ത് മഹായുതി മുന്നണി ഷിൻഡെയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്നും ഇനിയും ആ നേതൃത്വത്തിൽ തന്നെ ഭരണത്തിൽ തുടരുമെന്നും പറയുകയുണ്ടായി. എന്നാൽ പിളർത്തിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒത്തുതീർപ്പ് ഫോർമുലയായി കൊടുത്ത മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടെടുക്കണമെന്ന ആവശ്യമാണ് BJPക്കാർക്കുള്ളത്. BJP നേതാവ് പ്രവീൺ ദരേക്കർ ഇക്കാര്യം ഊന്നി പറയുക കൂടി ചെയ്തതോടെ മുന്നണിയിലെ തമ്മിൽ തല്ല് പരസ്യമായി. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകണമെന്നാണ് BJPക്കാരുടെ ആവശ്യം. അപ്പുറത്ത് മഹാവികാസ് അഘാഡിയിലും മുഖ്യമന്ത്രി കസേരയ്ക്ക് കടിപിടിയാണ്. കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയെന്ന തരത്തിൽ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെയുടെ വാക്കുകൾ എത്തിയപ്പോഴേ ശിവസേന UPT കടുത്ത വാക്കുകളാൽ തിരിച്ചടിച്ചിരുന്നു. ലോക്സഭാ ട്രെൻഡ് പോലെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് നാനാ പട്ടോലെ പറഞ്ഞത്. അതിനാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് പട്ടോലയ്ക്ക് മറുപടി പറഞ്ഞത് ഉദ്ധവിന്റെ സഞ്ജയ് റൌത്ത് ആണ്. അങ്ങനെ മുഖ്യമന്ത്രി തീരുമാനിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഇക്കാര്യം പറഞ്ഞോളുമെന്നും മഹാരാഷ്ട്ര അധ്യക്ഷനാവില്ല പ്രഖ്യാപനം നടത്തുക എന്നുമായിരുന്നു റൌത്തിന്റെ തിരിച്ചടി. മുഖ്യമന്ത്രി കാര്യം ശിവസേന UPTയും NCP ശരത് പവാറും കോൺഗ്രസ് നേതൃത്വവും ചേർന്ന് തീരുമാനിക്കുമെന്നും ശിവസേന നേതാവ് പറഞ്ഞു. മഹായുതിയും മഹാവികാസ് അഘാഡിയും മുഖ്യമന്ത്രി കസേരയ്ക്ക് പിന്നാലെ ചുറ്റുമ്പോൾ നാളെ അറിയാം ആര് കസേരയിലേക്ക് എത്തുമെന്ന്, ഏത് മുന്നണി ഭരിക്കുമെന്ന്.